വിമാനത്തിന്റെ എഞ്ചിനുകളുടെ ഒരുതരം മൂളക്കം സ്ഥിരമായൊരു താളം പോലെ കാതുകളിൽ നിറഞ്ഞിരുന്നു. റീസൈക്കിൾ ചെയ്ത വായുവിന്റെയും എപ്പോഴോ വിളമ്പിയ കാപ്പിയുടെ മങ്ങിയ ഗന്ധവും കലർന്ന ഒരുതരം മടുപ്പാണ് ക്യാബിനുള്ളിൽ. പെട്ടെന്നുള്ള ഒരു ചെറിയ ഉലച്ചിലിൽ പകുതി മയക്കത്തിലായിരുന്ന ഗോപൻ കണ്ണു തുറന്നു. സീറ്റ് ബെൽറ്റ് സൈൻ തെളിഞ്ഞിട്ടില്ല. എങ്കിലും അവന്റെ നെഞ്ചിലൊരു കുളുത്തിവലി അനുഭവപ്പെട്ടു. ഓരോ മടക്കയാത്രയും ഓരോ പ്രതീക്ഷയാണ്. ഇത്തവണ അത് പതിവിലും വലുതാണ്. ഈ ഉലച്ചിൽ ഒരു ദുശ്ശകുനമല്ലല്ലോ എന്നവൻ വെറുതെ ചിന്തിച്ചു. ഓർമ്മകൾ വീണ്ടും പെയ്തു തുടങ്ങി. കഴിഞ്ഞ തവണത്തെ ഫോൺ വിളി, അമ്മയുടെ ശബ്ദത്തിലെ ഇടർച്ച. മോനെ, എനിക്കിവിടെ ഒറ്റയ്ക്ക് ഒരു തുണയില്ലാതെ. വാക്കുകൾ മുറിഞ്ഞിരുന്നു. അച്ഛൻ പോയതിൽ പിന്നെ ആ വലിയ വീട്ടിൽ അമ്മ തനിച്ചാണ്. അമ്മേ, ഞാനീ ലീവിന് വന്നിട്ട് നമുക്കൊരു കല്യാണം ശരിയാക്കാം. അപ്പുറത്തൊരു നിശബ്ദത, പിന്നെ നേർത്തൊരു ചിരി. ഈ വിദേശത്ത് പോയവർക്ക് ഇപ്പോൾ ആരും പെണ്ണു കൊടുക്കുന്നില്ലത്രേ. എന്തോ എന്റെ മോന് നല്ലൊരു കുട്ടിയെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. അതൊരു തമാശയായിരുന്നില്ല, അമ്മയുടെ ആധിയായിരുന്നു. മണലാരണ്യത്തിൽ പോകുന്നവരുടെ യൗവനം അവിടെ തന്നെ ഉരുകിത്തീരുമെന്നും പ്രായം തെറ്റി മടങ്ങിയെത്തുമ്പോൾ നാട്ടിലൊന്നും ബാക്കിയുണ്ടാവില്ലെന്നും ആദിയുള്ളൊരു പാവം അമ്മ. പിന്നെ എന്നിട്ട് വിദേശത്തുള്ളവരൊന്നും പെണ്ണുകെട്ടാതെ നടക്കുകയല്ലോ. നിങ്ങളോട് പറഞ്ഞാൽ ജയിക്കില്ല. ഏതായാലും ഞാൻ വന്ന് കയറിയതല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. അങ്ങനെ വെറുതെ നോക്കിയാൽ പോരാ. അമ്മയുടെ ശബ്ദം ഗൗരവത്തിലായി. ഈ പോകുമ്പോൾ എനിക്കിവിടെ ഒരു തുണ വേണം. ഈ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു. നിന്റെ അച്ഛൻ പോയതിൽ പിന്നെ ഓരോ രാത്രിയും തള്ളി നീക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് മാത്രമേ അറിയൂ. അമ്മയുടെ ഏകാന്തതയുടെ ആഴം ഗോപന്റെ നെഞ്ചിലൊരു ഭാരമായി കിടന്നു. 32 വയസ്സായി. സ്വന്തമായി ഒരു ജീവിതം തുടങ്ങാൻ വൈകിയില്ല. പക്ഷെ അത് അമ്മയുടെ സമാധാനം കൂടി ഉറപ്പാക്കിക്കൊണ്ടാകണം. ഈ ലീവ് അത് അമ്മയ്ക്കൊരു കൂട്ടായും തനിക്കൊരു ഭാര്യയായും ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി മാത്രമാണ്. മരുഭൂമിയിലെ തണുപ്പില്ലാത്ത മുറിയിലെ ഏകാന്തവാസം അവനും മടുത്തിരിക്കുന്നു. വിദേശത്തുനിന്ന് വന്നിട്ട് 2 ആഴ്ചയാകുന്നു. പെണ്ണുകാണൽ ഒരു യജ്ഞം പോലെ തുടരുകയാണ്. ബ്രോക്കർ പ്രകാശേട്ടൻ ഒന്നിനു പുറകെ ഒന്നായി ആലോചനകൾ കൊണ്ടുവന്നു. ഇതൊരെണ്ണം നല്ല കൂട്ടരാണ്, ഒറ്റ മോളാണ്. നിന്നെ അങ്ങ് അവർക്ക് ദത്ത് കിട്ടിയ പോലെ ആകും. പ്രകാശേട്ടന്റെ സ്ഥിരം പല്ലവി. അന്നും അങ്ങനൊരു വീട്ടിൽ പോയി. അമ്മ നന്നായി ഒരുങ്ങി. അമ്മയുടെ മുഖത്തെ പ്രതീക്ഷ കാണുമ്പോൾ ഗോപന് ടെൻഷൻ കൂടും. ബ്രോക്കറേട്ടന്റെ കൂടെ ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ നല്ല സ്വീകരണം. മുറ്റം നിറയെ ചെടികൾ. പെൺകുട്ടി ചായയുമായി വന്നു. പേര് രശ്മി. ബികോം കഴിഞ്ഞു നിൽക്കുന്നു. ഗോപു, നിനക്കിഷ്ടപ്പെട്ടോ? പെണ്ണ് വെള്ളം തന്നു പോയതേയുള്ളൂ. എല്ലാവരും മാറിയപ്പോൾ ബ്രോക്കർ പതിയെ ചോദിച്ചു. കുറച്ച് നിറം കുറവാണെങ്കിലും എനിക്കിഷ്ടമായി. നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ വല്ലതും മിണ്ടാനും പറയാനുമൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. അതൊന്നും ഇപ്പോൾ വേണ്ട, നമുക്ക് പിന്നീട് സംസാരിക്കാം. അതെന്താ ഗോപു? നിനക്ക് വേണ്ടില്ലെങ്കിലും അവൾക്ക് വേണ്ടിവരും. ഇപ്പോഴത്തെ കുട്ടികളാ. അതല്ല, എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അമ്മയ്ക്കിഷ്ടമായാൽ മാത്രമേ ഞാൻ കെട്ടുകയുള്ളൂ. ബ്രോക്കർ അവനെ തുറിച്ചു നോക്കി. അതെന്താ, നീയാണോ അമ്മയാണോ കെട്ടുന്നത്? നിനക്കിഷ്ടപ്പെട്ടാൽ പിന്നെ അമ്മയ്ക്കെന്താ കുഴപ്പം? ഞാൻ വിദേശത്തല്ലേ. ഞാൻ 2 മാസം കഴിഞ്ഞാൽ പോകും. അതുകൊണ്ട് കൂടുതലും ജീവിക്കേണ്ടതെന്റെ അമ്മയുടെ കൂടെയാണ്. അപ്പോ പിന്നെ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടതും അമ്മയല്ലേ? പോടാ. ഇപ്പോഴത്തെ കാലത്ത് ആരാണ് അങ്ങനെയൊക്കെ നോക്കുക? അവനവന് പറ്റിയത് കെട്ടുക എന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾ തയ്യാറാവില്ല. അവർക്ക് കെട്ടിയാലുടൻ ഫ്ലൈറ്റ് കയറണം. അതിന് പറ്റിയില്ലെങ്കിൽ എനിക്ക് വേണ്ട പ്രകാശേട്ടാ. നമുക്ക് വേറെ നോക്കാം. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി. ഇനി അമ്മയും കൂടി കണ്ടിഷ്ടമായാൽ ഇതുതന്നെ നടത്താം. മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ബ്രോക്കർ മനസ്സില്ലാതെ സമ്മതിച്ചു. അല്ല, നിനക്കിനി എത്ര മാസം ലീവുണ്ട്? ആകെ 3 മാസമായിരുന്നു. ഇപ്പോൾ 15 ദിവസം കഴിഞ്ഞു. പിന്നെ ഗോപു, നീ ഇങ്ങനെ അമ്മയുടെ കുട്ടിയായി നടന്നാൽ ഇപ്പോഴത്തെ കാലത്ത് പെണ്ണ് കിട്ടാൻ നല്ല പാടാ കേട്ടോ. ഇല്ലെങ്കിൽ വേണ്ട പ്രകാശേട്ടാ. ഗോപൻ പുഞ്ചിരിച്ചു. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചപ്പോൾ ഈ കുടുംബം മുഴുവൻ അമ്മയെ മറ്റൊരു കല്യാണത്തിന് നിർബന്ധിച്ചതാണ്. അന്ന് കുഞ്ഞുകുട്ടിയായിരുന്ന അവനെ ചേർത്തുപിടിച്ച് അമ്മ പറഞ്ഞു, എനിക്കിനിയൊരു ജീവിതം വേണ്ട, ഇവൻ മതി. ആ അമ്മയ്ക്കിഷ്ടമായാൽ മാത്രം മതി തനിക്ക് പെണ്ണ്. പലരും പലതും പറയും. പറയുന്നവർക്ക് എന്തും പറയാം. ഇത്രയും കാലം തനിക്കു വേണ്ടി ജീവിച്ച അമ്മയുടെ സന്തോഷങ്ങൾ കണ്ടുവേണം ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും തുടങ്ങാൻ. അന്ന് വൈകുന്നേരം വരെ കാത്തിരുന്നു അവരുടെ മറുപടി അറിയാൻ. അമ്മ പൂജാമുറിയിൽ നിന്ന് വന്നിട്ടില്ല. അന്ന് നല്ല മഴയായിരുന്നു. സന്ധ്യാപ്രാർത്ഥന വീട്ടിൽ തന്നെ കഴിച്ചു. ഗോപു, നിന്റെ പ്രാർത്ഥന കഴിഞ്ഞോ? ആ ബ്രോക്കർ പ്രകാശ് വരുന്നുണ്ട്. അമ്മയുടെ ശബ്ദത്തിൽ പ്രതീക്ഷ. ഒന്നിരിക്കാൻ പോലും നിൽക്കാതെ അയാൾ വന്ന കാര്യം പറഞ്ഞു. അത് നടക്കില്ല ഗോപു. നിന്റെ കൂടെ അവളെ വിദേശത്ത് ഉടനെ കൊണ്ടുപോകില്ല എന്നറിഞ്ഞപ്പോൾ അവർക്ക് താൽപ്പര്യമില്ല. പിന്നെ അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ നോക്കണമെന്ന നിബന്ധനയും. അതെങ്ങനെ ശരിയാകും?
കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഉള്ളൂ. എന്തു ചെയ്യാൻ, അവരങ്ങനെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ നിന്റെ തീരുമാനം മാറ്റിയാൽ ഇത് നടക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട, നമുക്ക് വേറെ നോക്കാം. ഇനിയിപ്പോൾ ഞാൻ നോക്കിയിട്ട് നിന്റെ ഈ ഡിമാൻഡിന് പറ്റിയതൊന്നും എന്റെ ലിസ്റ്റിലില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി ആളുകൾ പരക്കം പാവുകയല്ലേ. ഇതിപ്പോൾ ഞാൻ കുറെ ഓടി ചെരുപ്പ് തീർന്നതല്ലാതെ. വേഗം ഒരു 2000 രൂപ എടുത്ത് അയാളുടെ കയ്യിൽ കൊടുത്തു. പ്രകാശേട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. നമുക്ക് വിധിച്ചതേതായാലും നമ്മെ തേടിയെത്തും. അതുവരെ ഈ ഓട്ടം ഓടണമല്ലോ. പിന്നെ അറിയിക്കാതെ, എന്റെ കുട്ടിക്ക് നല്ലൊരു കുട്ടിയെ ഞാൻ തന്നെ ഒപ്പിച്ചു തരും. കൊടുത്ത 2000ന്റെ നന്ദി ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നു. അയാൾ പോയപ്പോൾ തിരിച്ചകത്തേക്ക് ചെല്ലുമ്പോൾ വാതിൽപ്പാളികൾക്കപ്പുറം മേലേക്ക് കൈകൾ നീട്ടി പ്രാർത്ഥിക്കുന്ന അമ്മയെയാണ് കാണുന്നത്. ദൈവമേ, എന്റെ അമ്മയുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ. നിരാശയുടെ ഒരു നെടുവീർപ്പോടെ ആ രാത്രിയും പുലർന്നു. വീട് വെച്ചത് അന്ന് അച്ഛന്റെ നല്ലൊരു തീരുമാനമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് അമ്മ തീരെ ഒറ്റപ്പെട്ടു പോകുമായിരുന്നു. അച്ഛന്റെ അനിയന്റെ മകനാണ് സുരേഷ്. അവന് ബുദ്ധി അത്ര ഉറച്ചിട്ടില്ല. എന്നേക്കാൾ 2-3 വയസ്സ് കൂടുതലാണ്. സുരേഷ് എന്ന പേര് അവന്റെ ഭാഷയിൽ സുരു എന്നാണ്. പിന്നെ എല്ലാവരും അതുതന്നെ വിളിച്ചു തുടങ്ങി. അവൻ അമ്മയ്ക്ക് നല്ലൊരു സഹായിയാണ്. എപ്പോഴും ഇവിടെ തന്നെയാകും. ഗോപുവിന്റെ കല്യാണം ശരിയായോ? ഇന്നലത്തെ പെണ്ണുകാണൽ ചർച്ച മുറുക്കുമ്പോൾ ഒന്നും അറിയാതെ സുരു ചോദിച്ചു. ഇല്ലടാ, ശരിയാകുമ്പോൾ ഞാൻ നിന്നോട് പറയാം. അവന്റെ നിഷ്കളങ്കമായ ചിരിയും സംസാരവും അമ്മയുടെ ഏകാന്തതയ്ക്ക് വലിയൊരാശ്വാസമാണ്. ഗോപനില്ലാത്തപ്പോൾ അമ്മയ്ക്ക് കൂട്ട് സുരുവാണ്. അമ്മേ, ചായ. ഗോപൻ ചായയുമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. സുരു അവിടെ? അവൻ അപ്പുറത്ത് കോഴി അഴിച്ചുകൊണ്ടിരുന്നു. പാവം, അവനില്ലെങ്കിൽ അമ്മ ഇവിടെ ഒറ്റയ്ക്കാകുമല്ലേ. ഗോപനൊന്നും മിണ്ടിയില്ല. അച്ഛന്റെ മരണശേഷം അമ്മ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നൊന്നായി ഓർമ്മ വന്നു. പലരും ഉപദേശിച്ചു, പ്രായം കുറപ്പല്ലേ, ഒരു കല്യാണം കൂടി കഴിച്ചോ. അന്ന് അമ്മ എല്ലാവരോടും പറഞ്ഞു, എനിക്കിനി ഒരു ജീവിതം വേണ്ട, ഇവൻ മതി. ആ ഏകാന്തതയുടെ ആഴം അത് താൻ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹമായി മാറിയത് ഗോപൻ തിരിച്ചറിയുകയായിരുന്നു. രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ചായ റെഡി. അമ്മേ, ഞാനൊന്ന് ഗ്രൗണ്ടിൽ പോവുകയാണ്. നിങ്ങൾ റെഡിയായാൽ വിളിച്ചാൽ മതി. ഇപ്പോൾ ഗ്രൗണ്ടിൽ പോയാൽ കൂട്ടുകാരെല്ലാവരും ഉണ്ടാകും. വേഗം വരാം. ആ, നീ കളിക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇല്ല അമ്മേ, ഞാൻ വേഗം വരാം. കുടുംബ വീടുകളിലൊക്കെ ഒന്ന് പോകാൻ ഒരുപാട് നാളായി അമ്മ പറയുന്നു. അതൊരു മുടക്കം പോലെ കിടക്കുകയാണ്. ഗ്രൗണ്ടിൽ ഇന്ന് വന്നപ്പോൾ സുരുവും റെഡിയായി നിൽക്കുന്നു, നല്ല പുത്തൻ കുപ്പായമൊക്കെ ഇട്ട്. അവനും പോന്നോട്ടെ മോനെ. സുരുനെ വേറെ ആരും എവിടെയും കൊണ്ടുപോകാറില്ല. പോന്നിട്ട് അമ്മയ്ക്ക് വർത്തമാനം പറയാൻ ഒരാൾ കൂടി ആയല്ലോ. സുരുവിന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. അവൻ ഓടിപ്പോയി പിൻസീറ്റിൽ കയറി. കവലയുടെ കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. അമ്മേ, എത്ര വീട്ടിൽ കയറണം? അതനുസരിച്ച് എന്തെങ്കിലും വാങ്ങാം. ഒരു 5 കവർ വാങ്ങിക്കോ. ബേക്കറി പലഹാരം മതി. കാറിന്റെ മുൻസീറ്റിൽ അമ്മയെ ഇരുത്തി ഇങ്ങനെ യാത്ര ചെയ്യാൻ വല്ലാത്തൊരു സുഖമാണ്. അമ്മയുടെ പഴയ കഥകളൊക്കെ കേട്ട് ഇടയ്ക്കിടെ സുരുവിന്റെ തമാശകളും. അമ്മേ, നമ്മൾ പോണ വീട്ടിൽ നിന്ന് ചായ തരുമോ? സുരുവിന്റെ സംശയം. തരും, ചിലപ്പോൾ പായസവും തരും. അമ്മ ചിരിച്ചു. മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയിലേക്ക് തിരിഞ്ഞു. വളരെ പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു വണ്ടിക്ക് ഞെരുങ്ങിപ്പോകാൻ മാത്രം ഇടുങ്ങിയ റോഡ്. റോഡിന്റെ ഇരുവശത്തും വീടുകളാണ്. ഒരു വീടിന്റെ മുന്നിൽ അസ്വാഭാവികമായ ഒരാൾക്കൂട്ടം. അമ്മേ, എന്തോ പ്രശ്നമുണ്ട്. വണ്ടി നിർത്തി ഗോപൻ. റോഡിനോട് ചേർന്നുള്ള കൊച്ചുവീടിന്റെ മുന്നിലാണ് ആൾക്കൂട്ടം. ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കാം. നിനക്കും നിന്റെ കുട്ടിക്കും ചെലവിന് തരാൻ എന്റെ അച്ഛന് പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. നിന്റെ താഴെ ഇനിയും 3 എണ്ണം കൂടി വേറെയുണ്ട്. ഇറങ്ങിപ്പോണിവിടുന്ന്. കൂട്ടത്തിൽ ആരോ അവരോട് മറുത്തു പറയുന്നുണ്ട്. അവൾ ആ കുട്ടിയെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ? അല്ലെങ്കിൽ അവളെ ആരെങ്കിലും കെട്ടിച്ചു വിടണോ? ആ, എന്നാ നീ കെട്ടിക്കോ. നിനക്ക് പറ്റില്ല അല്ലേ? അതാണ്, ഈ കൊച്ചിനെയും തൂക്കിപ്പിടിച്ച് നിൽക്കുന്ന ഒരാളെ ഇനി ആര് കെട്ടാനാ? കുറച്ച് തൊലിവെളുപ്പുണ്ടെന്ന അഹങ്കാരം അവൾക്ക്. സംസാരം കേട്ട് ഗോപനും അമ്മയും കാറിൽ നിന്ന് ഇറങ്ങി. അതിനിപ്പോ എന്താ ഉണ്ടായേ? ഇന്ന് രാവിലെ വന്ന ആ പ്രായം ചെന്ന പണക്കാരൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു. അപ്പോൾ അവൾക്ക് അയാളെ പറ്റില്ലത്രേ. എന്താണ് അയാളെ വേണ്ടാന്ന് പറഞ്ഞെന്ന് നീ മോങ്ങാതെ എല്ലാവരും കേൾക്ക പറയടി. ഒരു കുഞ്ഞുകുട്ടിയെ ഇടുപ്പിൽ വെച്ച ഒരു പെൺകുട്ടിയെ, മായയെ, ആ സ്ത്രീ ആളുകളുടെ മുന്നിലേക്ക് വലിച്ചുകൊണ്ടുവന്നു. നിസ്സഹായയായി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ കുഞ്ഞിനെയും മുറുകെ പിടിച്ച് അവൾ നിന്നു. എന്താണിവിടെ പ്രശ്നം? കാരന്റെ ഗ്ലാസ് താഴ്ത്തി തൊട്ടടുത്ത് നിന്നവരോട് ഗോപൻ ചോദിച്ചു. കൂട്ടത്തിൽ നിന്നിരുന്നൊരു പ്രായമായ സ്ത്രീ അവനോട് പറഞ്ഞു, ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം അച്ഛൻ കെട്ടിയ സ്ത്രീയാണത്. ഓ, അതാണോ പ്രശ്നം? അപ്പോൾ ഇടുപ്പത്തിരിക്കുന്ന ചെറിയ കുട്ടി അതാണ്. ഈ കുട്ടിയുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഒരു നല്ല പയ്യൻ വന്ന് ഇവളെ കല്യാണം കഴിച്ചിരുന്നു. അവന്റെ വീട്ടുകാർക്കൊന്നും ഇഷ്ടമില്ലാതെ. പക്ഷെ ആ പാവം ചെറുക്കൻ ഒരു അസുഖം വന്ന് മരിച്ചുപോയി. അതോടെ ഇതിന്റെ ഗതി അധോഗതിയായി. പാവം, തിന്നാൻ പോലും അതിന് ശരിക്കും കൊടുക്കില്ല ആ സ്ത്രീ. ഞങ്ങൾ അയർക്കാരെന്തെങ്കിലും കൊടുത്താൽ അതിനും ആ പാവത്തിന്റെ മേലോട്ട് കയറും.
ആ പെൺകുട്ടിയുടെ, മായയുടെ, രൂപം വളരെ ദയനീയമായിരുന്നു. മുഷിഞ്ഞ വസ്ത്രം, പാറിപ്പറന്ന മുടി, പക്ഷെ ആ ദാരിദ്ര്യത്തിലും ഒരു സൗന്ദര്യമുണ്ടായിരുന്നു അവൾക്ക്. അമ്മേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. നിക്കടാ, ഞാനും വരുന്നു. എന്നാ ഞാനുണ്ട്. സുരുവും പിന്നാലെ കൂടി. എന്തു പറയണമെന്നറിയാതെ കൂടി നിൽക്കുന്ന ആളുകളെ നോക്കി നിൽക്കുന്ന അവളുടെ മുഖം കണ്ടാൽ അറിയാം അവൾ നിരാലംബയാണെന്ന്. അതിദയനീയമായ മുഖത്തോടെ അവൾ പതുക്കെ പറഞ്ഞു തുടങ്ങി. എനിക്കെന്റെ പൊന്നുമോള് തനിച്ചാക്കി മരിക്കാൻ പേടിയാ. അതിന് നീ എന്തിനാ മരിക്കുന്നേ? ഇന്ന് വന്ന ആ പണക്കാരനെ വേണ്ടാന്ന് പറയാൻ എന്താണ് കാരണം? എന്റെ അച്ഛനേക്കാൾ പ്രായമുണ്ടയാൾക്ക്. വീട്ടുകാരറിയാതെയാണ് അയാൾ എന്നെ കല്യാണം കഴിക്കാൻ വന്നത്. നാളെ എനിക്കോ അയാൾക്കോ എന്തെങ്കിലും പറ്റിയാൽ എന്റെ പൊന്നുമോൾക്ക് പിന്നെ ആരുണ്ടാവുക? അതാ ഞാൻ. കോലായിൽ മുട്ടുകാലിൽ മുഖം ചേർത്തിരുന്ന മെലിഞ്ചൊട്ടിയ ഒരു മനുഷ്യൻ, അവളുടെ അച്ഛൻ, മെല്ലെ എഴുന്നേറ്റ് വന്നു. എന്റെ മോളെയും അവളുടെ കുട്ടീനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എനിക്ക് മടുത്തു ഇങ്ങനെ. ദൈവമേ, എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ആ സാധു മനുഷ്യൻ ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ച് കരഞ്ഞു. നിങ്ങളിങ്ങനെ ഇവളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ 3-4 കൂടി. അവരെയും കൊണ്ട് പോണം. എന്നിട്ട് വേണം എനിക്ക് എവിടെങ്കിലും പോയി സുഖമായിട്ടൊന്ന് ജീവിക്കാൻ. രണ്ടാനമ്മയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. എല്ലാം കണ്ടു നിൽക്കുന്ന അമ്മയുടെ കണ്ണുകൾ പുഴ പോലെ ഒഴുകുന്നു. നിറയുന്ന അമ്മയുടെ കണ്ണുകൾ ഗോപൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അവൻ അമ്മയുടെ തോളിൽ കൈവച്ചു. അമ്മേ, എന്തുപറ്റി? അമ്മ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാനും ഇതുപോലെ ആയിരുന്നുടാ. ദേ, ഇവിടെ പോലെ. നിന്റെ അച്ഛൻ പോയപ്പോ നിന്നെയും ഒക്കത്ത് വെച്ച് എങ്ങനെയൊക്കെയാണ് ഞാൻ പിടിച്ചു നിന്നത്. ബന്ധുക്കൾ പോലും. എനിക്ക് ഓർത്തപ്പോ ആ ആൾക്കൂട്ടത്തിൽ വെച്ച് ഗോപൻ അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ ഹൃദയം ഇതുപോലെ എത്രയോ വേദനകൾ സഹിച്ചിട്ടുണ്ടാകും. അമ്മയുടെ നെറുകയിൽ അവൻ ഉമ്മ വെച്ചപ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് വീണ നീർത്തുള്ളികൾ ഈ മകന്റെ ഹൃദയം പൊട്ടി ഒഴുകിയതായിരുന്നു. അമ്മ സ്വയം നിയന്ത്രിച്ചു. അവർ മായയുടെ അടുത്തേക്ക് ചെന്നു. മോളെ. ആ വിളിയിൽ അത്രയും നേരം നിസ്സംഗിയായി നിന്ന് അവളുടെ മുഖം ഒന്ന് വിടർന്നു. മോളെ, എത്ര വർഷമായി നിന്റെ ഭർത്താവ് മരിച്ചിട്ട്? 1 കൊല്ലം കഴിഞ്ഞു. എന്റെ മോള് കുറച്ചുകൂടി വലുതായാൽ വല്ല പണിയും ചെയ്ത് ജീവിക്കാമായിരുന്നു. ഇതിപ്പോ രണ്ടാനമ്മയ്ക്കല്ലാതെ തന്നെ ഞങ്ങളെ ഇഷ്ടമല്ല. അപ്പോൾ മോളെ ഇവിടെ ഒറ്റയ്ക്കാക്കി പണിക്ക് പോകാനും എനിക്ക് പേടിയാ. എന്നാൽ വല്ല കല്യാണത്തിന് സമ്മതിച്ചൂടെ? ഇങ്ങനെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നേക്കാൾ ഇരട്ടിയിലേറെ വയസ്സുള്ളവരുടെ വെറും ആഗ്രഹങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ള 2ാം ഭാര്യ ആകുന്നതിനേക്കാൾ ഈ രണ്ടാനമ്മയുടെ ചീത്ത കേൾക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. കണ്ടോ അവളുടെ പൂച്ചക്കണ്ണീര്? കേറി പോടിയകത്ത്. ആ സ്ത്രീ അവളെ പിടിച്ച് ചെറിയ വീടിന്റെ അകത്തേട്ട് തള്ളാൻ വന്നു. തൊട്ടുപോകരുതവളെ. അമ്മയുടെ ശബ്ദം ഒരുപാട് ഉച്ചത്തിലായിരുന്നു. ആൾക്കൂട്ടം ഒരു നിമിഷം നിശബ്ദമായി. അമ്മ അവളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ കൈനീട്ടി വാങ്ങുമ്പോൾ വേണ്ട, ദേഹത്തഴുക്കാണ് എന്നവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആകെയുള്ള കുറച്ചുമുടി ഒരു പൂപോലെ മുകളിൽ കെട്ടിവെച്ച് നിറം മങ്ങിയ വലിപ്പം കുറഞ്ഞ ഉടുപ്പിട്ട ആ സുന്ദരിക്കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് എന്നെ എടുത്തോളൂ എന്നുപോലെ ഗോപന് നേരെ ചാടി. ഗോപൻ അവളെ എടുത്തു. മുഖത്ത് പലയിടത്തും കരി പിടിച്ചിട്ടുണ്ട്. അവന്റെ അടുത്തായപ്പോൾ അവരുടെ കുഞ്ഞുമുഖത്ത് ചിരി വിടർന്നു. അവന്റെ ടീഷർട്ട് അവൾ വാസനിച്ചു നോക്കി. അവരുടെ കുഞ്ഞുമൂക്ക് കൂടുതൽ വിടർത്തി അവൾ വീണ്ടും വീണ്ടും വാസനിച്ചു. എനിക്കൊരു ഉമ്മതാ. ഉമ്മ തന്നതിന് ശേഷം നാണത്തോടെ ചിരിച്ചു. എന്താ മോളുടെ പേര്? എന്റെ പേര് അനു. എന്റെ അമ്മച്ചി എന്നെ പൊന്നു എന്നാ വിളിക്കുക. നമ്മുടെ കൂടെ വരുന്നു അനുക്കുട്ടി? ഞാൻ വരാം. ഗോപൻ ആ കുഞ്ഞു സുന്ദരിക്കുട്ടിയുമായി കാറിൽ വന്ന് കയറി. അവൾ ആദ്യമായി കാറിൽ കയറുന്നത് പോലെ അമ്പരന്ന് ചുറ്റും നോക്കി. വീട്ടിലേക്ക് നൽകാൻ വേണ്ടി വാങ്ങിയ ചോക്ലേറ്റ് ബോക്സ് ആ കുഞ്ഞു കൈകളിൽ നൽകുമ്പോൾ സത്യമാണോ സ്വപ്നമാണോ എന്നറിയാതെ ആ കുഞ്ഞു മനസ്സ് ആശ്ചര്യപ്പെട്ടു. അത്രയും നേരം ഗോപന്റെ കാറിന്റെ അടുത്ത് നിന്ന സുരു മീഡോലാർക്ക് ചോക്ലേറ്റിന്റെ പാക്കറ്റ് നൽകി. അപ്പോഴേക്കും അമ്മ മായയുടെ അച്ഛനെയും അവിടെ കൂടി നിന്ന കാരണവന്മാരെയും മാറ്റി നിർത്തി സംസാരിക്കാൻ തുടങ്ങി. ചില നേരങ്ങളിൽ അമ്മ അങ്ങനെയാണ്. ഒരു പുരുഷന്റെ തന്റേടമാവും. ആ കുട്ടിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാക്കിയിട്ടേ അമ്മ അടങ്ങൂ. ഇപ്പോൾ അമ്മ മായയോടാണ് സംസാരിക്കുന്നത്. എന്റെ അടുത്തൊരു പയ്യനുണ്ട്. ഇതുവരെയും കെട്ടിയിട്ടില്ല. മോൾക്ക് സമ്മതമാണെങ്കിൽ നമുക്കാലോചിക്കാം. അതിന് അവർക്കെന്നെ ഇഷ്ടമാകുമോ? ഞാനൊരു വിധവയാണ്. എനിക്കൊരു മോളുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നെയും എന്റെ കുട്ടീനെയും സ്വീകരിക്കാൻ തയ്യാറായ ഒരാൾ വന്നാൽ അയാൾക്കെന്തോ കുറവുണ്ടാകും. എങ്കിലും ഞാൻ സ്വീകരിക്കും. പക്ഷേ അവരുടെ വീട്ടുകാരുടെ സമ്മതത്തോടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടു വേണം എന്നെ കല്യാണം കഴിക്കാൻ. അല്ലാതെ എന്റെ ശരീരം മാത്രം കഴുതിയാവരുത്. ഇതെല്ലാം സമ്മതിച്ച ഒരാളുണ്ട്. അതിന് അയാൾ എന്നെ കണ്ടിട്ടില്ലല്ലോ. അവൻ കണ്ടു. നിന്നെ ഇഷ്ടമായോ എന്നറിയില്ല. അവൻ എന്റെ ഇഷ്ടമാണ് വലുത്. എനിക്കിഷ്ടം മാത്രം മതി. മോൾക്ക് ആളെ കാണണോ? വേണ്ട. അങ്ങനെ ഒരാളെ മനസ്സുകൊണ്ട് ഞാൻ സ്വീകരിച്ചു. ഇനി അയാൾക്ക് എന്ത് കുറവുണ്ടെങ്കിലും ഏതെങ്കിലും പൊട്ടനാവും, അല്ലാതെ ആരാ? കൂട്ടത്തിൽ ആരോ പറഞ്ഞു. അമ്മ കാറിന് നേരെ നോക്കുന്നു. സുരു മിഴുവലാർക്ക് ചോക്ലേറ്റിന്റെ പാക്കറ്റുമായി കാറിന്റെ പുറത്തുനിന്ന് കൈവീശി കാണിച്ചു. അവിടെ കൂടി നിന്നവരെല്ലാം പുതിയ പയ്യനെ കണ്ടു. സുരു അപ്പോഴും ചിരിയോട് ചിരി.
ആ പൊട്ടനാണല്ലേ? പൊട്ടനെങ്കിൽ പൊട്ടൻ. ഇവിടുത്തെ ശല്യം ഒഴിവാകുമല്ലോ. രണ്ടാനമ്മയുടെ മുഖത്തൊരുതരം പുച്ഛം കലർന്ന ചിരി വിടർന്നു. മായയുടെ മുഖത്ത് തൊട്ടുമുൻപ് കണ്ട നേരിയ പ്രതീക്ഷ മാഞ്ഞിരുന്നു. അവൾ തല താഴ്ത്തി. എങ്കിലും ഈ നരകത്തിൽ നിന്നുള്ള രക്ഷ, അത് സുരുവാണെങ്കിൽ അങ്ങനെ. അവൾ നിശബ്ദയായി. വിധിയെ ശപിച്ചു. അമ്മ ഗോവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മുഖത്ത് ഉറച്ച തീരുമാനം കാണാം. അമ്മേ, എല്ലാം തീരുമാനായില്ലേ? ആ, നമുക്കിവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അതിനവൾ തയ്യാറാകുമോ? എന്താ അമ്മയുടെ പ്ലാൻ? തയ്യാറാണെങ്കിൽ എന്നാ പിന്നെ അവരെയും കൂട്ടി വേഗം വന്ന് വണ്ടിയിൽ കയറ്. അങ്ങനെ എങ്ങനെയാണ്? നീയൂടെ വാ. സുരുവും ഗോപനും വരുന്നത് കണ്ടപ്പോൾ ആളുകൾ ഒതുങ്ങി നിന്നു. സുരുവിന് ആരോ കസേര വലിച്ചിട്ട് കൊടുത്തു. അത് കണ്ട് അവന്റെ മുഖത്ത് ഒരു പ്രത്യേക ഭാവം. ഒന്നും മനസ്സിലായില്ലെങ്കിലും സുരു ഞെളിഞ്ഞിരുന്നു. ആളുകൾക്കിടയിലൂടെ അവിടുത്തെ ഒരു മുതിർന്ന ആൾ മുന്നോട്ട് വന്നു. കഴുത്തിൽ കിടക്കുന്ന മാല അമ്മ അഴിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ഗോപൻ സത്യത്തിൽ അന്താളിച്ചുപോയി. വിദേശത്ത് നിന്ന് വന്നപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. 6 പവനോളം തൂക്കമുള്ള ആ മാല ഈ അമ്മ എന്തു ഭാവിച്ചാണ്? ഏതായാലും നമ്മുടെ സുരുവിന്റെ പെണ്ണിനു വേണ്ടിയാണല്ലോ. ഗോപൻ മനസ്സിനെ സമാധാനിപ്പിച്ചു. അമ്മയുടെ ഈ ദാനശീലം പലപ്പോഴും അവനൊരു പേടിയാണ്. ഒരു രജിസ്റ്ററുമായി നിന്നയാൾ മായയുടെ അച്ഛനെയും അവിടെ പിടിച്ചിരുത്തി. അനുവിനെ എടുത്തുനിന്ന ഗോപന്റെ കയ്യിൽ നിന്നും അമ്മ അവളെ വാങ്ങി. എന്നിട്ട് ആ വലിയ മാല അവന്റെ കയ്യിൽ തന്നു. അതുവരെ നിശബ്ദമായിരുന്ന ആൾക്കൂട്ടം കേൾക്കെ അമ്മ ഉച്ചത്തിൽ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ പയ്യൻ. എന്റെ മോനാണ് ഗോപൻ. ദൈവമേ! ഒരു നിമിഷം ഗോപൻ തരിച്ചു നിന്നു. ഇതാണോ അമ്മ തീരുമാനിച്ചത്? രണ്ടാനമ്മയുടെ മുഖത്തെ ചീരുമാഞ്ഞു. സുരു അപ്പോഴും ഒന്നും പുരിയാതെ നോക്കി നിന്നു. ഗോപൻ വെപ്രാളപ്പെട്ടു മായയെ നോക്കി. ആ കണ്ണുകൾക്കും വിശ്വാസം വരാത്ത പോലെ അവൾ അവനെ തുറിച്ചു നോക്കിയാണ്. അവനും അവളെ ശരിക്കും നോക്കി. ദാരിദ്ര്യത്തിന്റെ കരാള ഹസ്തങ്ങൾക്ക് പോലും മായ്ക്കാൻ കഴിയാത്ത മനോഹരമായ അവളുടെ മുഖം. 1000 ജീവിതാനുഭവങ്ങൾ ഒളിപ്പിച്ചുവെച്ച അവളുടെ മനോഹരമായ കണ്ണുകൾ. ഗോപൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തൊരു പുഞ്ചിരിയും സമ്മതമല്ലേ എന്നൊരു ചോദ്യവും ഉണ്ടായിരുന്നു. അവൻ തലയാട്ടി. ആ മാല അവൻ മായയുടെ കഴുത്തിൽ ചാർത്തി. നാട്ടുകാരെയും കുടുംബക്കാരെയും വിളിച്ച് നല്ലൊരു സദ്യ കൊടുത്തെങ്കിലും ഇത്രയും നല്ലൊരു ചെക്കനെ കൊണ്ട് നടുറോട്ടിൽ നിന്നൊരു കല്യാണം കഴിപ്പിച്ചതിന്റെ പഴി അമ്മ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. വഴി കണ്ടവനെ കൂടെ കൂട്ടിയെന്നോ, എന്തോ ദോഷം കാണും ആ പെണ്ണിന് എന്നിങ്ങനെ പല അടക്കം പറച്ചിലുകളും അമ്മ കേട്ടു. പക്ഷേ അമ്മ കുലുങ്ങിയില്ല. ഞാനും എൻ്റെ മോനും ആരുടെയും ജീവിതം തകർക്കുകയല്ല ചെയ്തത്. എന്നെപ്പോലെയുള്ളൊരു കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റി. അതിനെൻ്റെ പൊന്നുമോൻ എൻ്റെ കൂടെ നിന്നു. നിങ്ങൾക്ക് എന്തും പറയാം, പക്ഷേ ജീവിതം അത് അനുഭവിച്ചവർക്കേ അറിയൂ. എല്ലാവരുടെയും മുന്നിലും അമ്മ തലയുയർത്തി തന്നെ നിന്നു. മായയെയും അനുവിനെയും അവർ വീട്ടിലേക്ക് കൂടെ കൂട്ടി. കാറിൽ കയറുമ്പോൾ മായ ഒരക്ഷരം മിണ്ടിയില്ല. അവൾ എപ്പോഴും നടന്നൊന്നും വിശ്വസിക്കാനാകാതെ ഇരിക്കുകയായിരുന്നു. 2 മാസത്തോളമായി അനുവും അവളുടെ അമ്മ മായയും അവരുടെ സ്വന്തമായിട്ട്. ഇന്നുവരെ അവരെ കണ്ടാൽ പഴയ രൂപം തിരിച്ചറിയാൻ പോലും കഴിയില്ല. എത്ര പെട്ടെന്നാണ് അവർ മാറിയത്! ഒരു മനുഷ്യന്റെ സൗന്ദര്യവും ആരോഗ്യവും അവർക്ക് കിട്ടുന്ന സ്നേഹവും മനസ്സമാധാനവും അനുസരിച്ചായിരിക്കും. വന്നന്ന് തൊട്ട് തന്നെ അനുക്കുട്ടി ഗോപന്റേതായി മാറി. അവനാണ് അവളുടെ ഏറ്റവും വലിയ കൂട്ട്. കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളുമായി അവൻ അവളുടെ കുഞ്ഞു മനസ്സ് കീഴടക്കി. ഭയപ്പാടോടെ ആ വീട്ടിലേക്ക് കയറി വന്ന കുട്ടി ഇപ്പോൾ ആ വീട് അവളുടെ ചിരി കൊണ്ട് നിറയ്ക്കുന്നു. അച്ഛ എന്ന് വിളിച്ചു ഗോപൻ വരുമ്പോഴേക്കും ഓടിച്ചെല്ലുന്ന അനു ഇപ്പോൾ ആ വീടിന്റെ ഐശ്വര്യമാണ്. സുരുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും അവളാണ്. പക്ഷേ 1 മാസത്തിന് ശേഷമാണ് മായ ശരിക്കും ഗോപന് സ്വന്തമായത്. ആദ്യ രാത്രിയും അതിനുശേഷമുള്ള പകലുകളിലും അവൾ അകന്നു നിന്നു. ഗോപൻ അവൾക്ക് സമയം കൊടുത്തു. ഒരു രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ പതിയെ പറഞ്ഞു, ഞാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ. പക്ഷേ എൻ്റെ ഭൂതകാലം, എനിക്ക് കുറച്ചുകൂടി സമയം വേണം. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ്റെ നിസ്സഹായത അവന് മനസ്സിലായിരുന്നു. മായേ, എനിക്കറിയാം, എനിക്ക് മനസ്സിലാകും നിന്റെ മനസ്സും സാഹചര്യവും. ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. ഞാൻ കാത്തിരിക്കാം, നിന്റെ മനസ്സിൽ പൂർണ്ണമായി ഞാൻ നിറയുന്നതുവരെ. അവൻ്റെ ക്ഷമയും വിവേകപൂർണമായ പെരുമാറ്റവും അമ്മയുടെ വാത്സല്യവും എല്ലാറ്റിനുമുപരി അനുവിൻ്റെ നിഷ്കളങ്കമായ സന്തോഷവും അവളെ പതുക്കെ മാറ്റി. തൻ്റെ മകളെ സ്വന്തം മകളെപ്പോലെ സ്നേഹിക്കുന്ന, ഒന്ന് ഉറക്കെ ശ്വാസം വിടാൻ പോലും മടിക്കുന്ന ആ മനുഷ്യനെ അവൾ സ്നേഹിച്ചു തുടങ്ങി. അവളുടെ മനസ്സിൽ പൂർണ്ണമായി അവൻ മാത്രമായി മാറിയതുകൊണ്ടാകും അന്ന് ആദ്യമായി അനുവിനെ അവൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്ന സമയം അവൾ അവൻ്റെ കവിളിൽ ഉമ്മ തന്നത്. അത് ശരിക്കും ഒരു അനുഭവമായിരുന്നു. പിന്നെ പിന്നെ അവൾ എല്ലാ അർത്ഥത്തിലും അവനിലേക്ക് അലിഞ്ഞു ചേർന്നു. അവളുടെ വേദനകൾ പെയ്യാൻ ഒരിടമായി മാറി അവൻ്റെ നെഞ്ച്. അവളുടെ ഇഷ്ടങ്ങൾ പൂക്കൾ പോലെ വിടർന്നു അവൻ്റെ കവിളിൽ. അവരുടെ ഇടയിൽ സന്തോഷത്തിൻ്റെ പുതുവസന്തങ്ങൾ തീർത്തു അമ്മ.
ലീവിന്റെ അവസാനത്തെ ദിവസങ്ങൾക്ക് വേഗത കൂടുതലായിരുന്നു. പോകാനുള്ള തീയതി അടുക്കുംതോറും വീട്ടിലൊരുതരം മൂകത വന്ന് നിറയുന്നത് ഗോപൻ അറിഞ്ഞു. അനുക്കുട്ടി അവനെ നിഴൽ പോലെ പിന്തുടർന്നു. ഉറങ്ങുമ്പോൾ പോലും അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. പോകണ്ടേ? രാത്രി മുറിയിൽ പെട്ടി പാക്ക് ചെയ്യാൻ സഹായിക്കുമ്പോഴാണ് മായ അത് ചോദിച്ചത്. അവളുടെ ശബ്ദം നേർത്തിരുന്നു. പോകാതിരുന്നാൽ എങ്ങനെയാണ് മായേ? പോയാലല്ലേ നമുക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റൂ? അവൾ മറുപടി പറഞ്ഞില്ല. അവന്റെ ഷർട്ടുകൾ ഒന്നൊന്നായി മടക്കി വയ്ക്കുമ്പോൾ ഒരൊറ്റ തുള്ളി കണ്ണുനീർ മടക്കി വെച്ച ഷർട്ടിലേക്ക് വീണു. ഗോപൻ അത് കണ്ടു. മായേ, അവൻ അവളുടെ തോളിൽ കൈവച്ചു. എനിക്കെന്തോ പേടിയാകുന്നു. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നിങ്ങളില്ലാത്ത ഈ വീട് ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മയുടെ ശബ്ദമാണ് പിന്നിൽ കേട്ടത്. അവൻ എന്റെ മോനാണെങ്കിൽ നീ എന്റെ മോളാണ്. നിങ്ങളെ തനിച്ചാക്കി അവൻ എങ്ങോട്ടും പോകുന്നില്ല. അവൻ പോകുന്ന നമുക്ക് വേണ്ടിയാ. അടുത്ത തവണ വരുമ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാൻ. അമ്മ മായയുടെ തലയിൽ തലോടി. കരയല്ലേ മോളെ, സന്തോഷത്തോടെ യാത്രയാക്കണം. അവന്റെ മനസ്സിവിടെ വെച്ചിട്ട് ശരീരം മാത്രം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എന്ത് കാര്യം? മായ കണ്ണുകൾ തുടച്ചു. പെട്ടിയിലേക്ക് അവന്റെ സാധനങ്ങൾ വെക്കുമ്പോൾ അനുക്കുട്ടി ഓടി വന്നു. അവളുടെ കയ്യിലെ ചെറിയൊരു പാവക്കുട്ടിയെ അവൾ പെട്ടിയുടെ ഒരു മൂലയിൽ തിരുക്കി വെച്ചു. ഇതെന്താ പൊന്നു? ഗോവൻ ചിരിയോടെ ചോദിച്ചു. അച്ഛയ്ക്ക് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പേടിക്കാതിരിക്കാൻ പാവക്കുട്ടി കൂട്ടിയിരിക്കട്ടെ. അത് കേട്ട് ഗോവന്റെയും മായയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു. അവൻ മകളെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. അച്ഛയ്ക്ക് പേടിയാവില്ല നോളെ. അച്ഛന്റെ ധൈര്യം ഇവിടെയല്ലേ? യാത്ര പറയുന്ന ആ നിമിഷം വന്നെത്തി. കാർ മുറ്റത്തു വന്ന് നിന്നു. അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. സൂക്ഷിച്ചു പോയി വാ മോനെ. ആ ശബ്ദത്തിൽ പണ്ടത്തെ പോലെ ഏകാന്തതയുടെ ഭയമായിരുന്നില്ല, മറിച്ച് മകനെ ഓർത്ത് അഭിമാനിക്കുന്നൊരമ്മയുടെ ധൈര്യമായിരുന്നു. അവിടെ ചെന്നിട്ട് ഇവളെ വിളിക്കാൻ മറക്കരുത്. അവൻ മായയുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഒന്നും മിണ്ടിയില്ല. നിറകണ്ണുകളോടെ ഒരു പുഞ്ചിരി വരുത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ട അവൾ നിന്നു. അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. കാത്തിരിക്കണം എന്നു മാത്രം പറഞ്ഞു. അവസാനം അനുവിന്റെ അടുത്തേക്ക്. അവൾ അതുവരെ എല്ലാം മനസ്സിലാകാത്ത ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. അവൻ അവളെ എടുത്തുയർത്തി ഉമ്മ വച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു. അച്ഛാ, പോകല്ലേ അച്ഛാ, പൊന്നിനെ കൂടി കൊണ്ടുപോ, ഞാനും വരുന്നു. അവളുടെ കുഞ്ഞിക്കൈകൾ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അമ്മയെ ഏൽപ്പിക്കുമ്പോൾ ഗോപന്റെ നെഞ്ചു പിടഞ്ഞു. കാറിൽ കയറി ഗ്ലാസിലൂടെ അവസാനമായി അവൻ അവരെ നോക്കി. തന്നെ വിടാതെ കരയുന്ന കുഞ്ഞ്, കൈകൾ കൂട്ടി നിറകണ്ണുകളോടെ നിൽക്കുന്ന മായ, അവർക്ക് താങ്ങായി നിൽക്കുന്ന അമ്മ. 3 ഹൃദയങ്ങൾ, തനിക്കു വേണ്ടി മാത്രം തുടിക്കുന്ന 3 ഹൃദയങ്ങൾ. കാർ ഗേറ്റ് കിടന്ന് തിരിയുന്നതുവരെ അവൻ കൈവീശിക്കൊണ്ടിരുന്നു. വിമാനത്തിന്റെ എഞ്ചിനുകളുടെ ഒരുതരം മൂളക്കം. പെട്ടെന്നുള്ള ഒരു ചെറിയ ഉലച്ചിലിൽ ഗോപൻ കണ്ണു തുറന്നു. കഥ തുടങ്ങിയത് ഇവിടെയാണ്. പക്ഷേ ഇപ്പോൾ അവന്റെ നെഞ്ചിലെ കൊളുത്തിവലിക്ക് ഭയത്തിന്റെ തണുപ്പായിരുന്നില്ല, മറിച്ച് സ്നേഹത്തിന്റെ ഊഷ്മളമായ വേദനയായിരുന്നു. അവൻ ഫോണെടുത്തു. ലോക്ക് സ്ക്രീനിൽ തന്നെ മൂവരുടെയും ചിരിക്കുന്ന മുഖം. അവൻ ഗാലറി തുറന്നു. അമ്മയെയും മായയെയും ചേർത്ത് പിടിച്ചു ചിരിക്കുന്ന അനുക്കുട്ടിയുടെ വീഡിയോ. അച്ഛാ, വേഗം വാ എന്ന് കൊഞ്ചലോടെ പറയുന്ന അവളുടെ ശബ്ദം. അവൻ അറിയാതെ പകർത്തിയ മായയുടെ ഒരു ചിത്രം. മുറ്റത്തെ ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ ലോകം മുഴുവൻ കീഴടക്കിയ ഒരു രാജ്ഞിയെപ്പോലെ ശാന്തമായ മുഖത്തോടെ നിൽക്കുന്നവൾ. അമ്മയുടെയും മായയുടെയും അനുവിന്റെയും കൂടെ ചേർന്ന് നിന്ന് ഒരു സെൽഫി. അമ്മയുടെ മുഖത്തിത്രയും സന്തോഷം അവൻ ഇതിനു മുൻപ് കണ്ടിട്ടേയില്ല. വിമാനം ഉയർന്നു തുടങ്ങി. ഈ യാത്ര ഒരു മടക്കിയാത്രയല്ല, അതൊരു തുടക്കമാണ്. അമ്മയ്ക്കൊരു തുണയെ കണ്ടെത്താൻ വന്നവൻ തനിക്കൊരു ജീവിതം കണ്ടെത്തിയിരിക്കുന്നു. പണ്ട് മരുഭൂമിയിലെ മുറിയിൽ തനിച്ചിരിക്കുമ്പോൾ ഓർക്കാനൊന്നുമുണ്ടായിരുന്നില്ല. ഇനി അങ്ങനെയല്ല. ഓരോ നിമിഷവും ഓർക്കാൻ കാത്തിരിക്കാൻ 3 പേരുണ്ട്. അവന്റെ മനസ്സിലിപ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അവിടെ ചെന്നാലുടൻ വിസയുടെ കാര്യങ്ങൾ ശരിയാക്കണം. എത്രയും പെട്ടെന്ന് അവരെ തന്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ എല്ലാം മതിയാക്കി തിരിച്ചു നാട്ടിലേക്ക് വരണം. ഈ 3 മുഖങ്ങൾ കാണാതെ, ഈ സ്നേഹം അനുഭവിക്കാതെ ഇനിയൊരു ജീവിതം അവനില്ല. അവൻ ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്തു. ഞാൻ കയറി. വിമാനം പുറപ്പെട്ടു. അവിടെ എത്തേട്ട് വിളിക്കാം. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു. സ്നേഹത്തോടെ, നിങ്ങളുടെ മാത്രം. സെൻഡ് ബട്ടൺ അമർത്തി അവൻ ഫോൺ ഓഫ് ചെയ്തു. കണ്ണടയ്ക്കുമ്പോൾ വിമാനം മേഘങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ ലോകത്തേക്ക് പറന്നുയരുകയായിരുന്നു. വഴിയിൽ വിരിഞ്ഞ ആ സ്നേഹം, അതവന്റെ ജീവിതത്തിന്റെ അർത്ഥമായി മാറിയിരിക്കുന്നു. അതൊരവസാനമായിരുന്നില്ല, ഏറ്റവും മനോഹരമായ ഒരു തുടക്കമായിരുന്നു.